ഇരിക്കുന്ന മരം മുറിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മൾ ഇരിക്കുന്ന മരം ആരും മുറിക്കാറില്ല. അതുപോലെയാണ് നമ്മുടെ സ്റ്റാഫിന്റെ കാര്യത്തിൽ. നമ്മുടെ സ്റ്റാഫ് ഇൻഫെക്റ്റഡ് ആയാൽ ഈ സ്ഥാപനം, നമ്മുടെ ഹോസ്പിറ്റൽ ടോട്ടലി സഫർ ചെയ്യും. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ്, അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ സഫർ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ ഉള്ള എല്ലാ സ്റ്റാഫിൻ്റെയും ഇമ്മ്യൂണൈസേഷനെ കുറിച്ച് കൃത്യമായി നമുക്കൊരു പോളിസി ഉണ്ടാവണം. അത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കണം. അത് റിട്ടേൺ ഗൈഡൻസ് ഉണ്ടായിരിക്കണം. അതിന് നമ്മുടെ IPC 8B പറയുന്ന ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ്സ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ പോളിസി ഫോർ ഇറ്റ് സ്റ്റാഫ്. ഏറ്റവും കുറഞ്ഞ് നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് ബിക്കുള്ള വാക്സിനേഷൻ എങ്കിലും ഡയറക്റ്റ് പേഷ്യൻ്റ് കെയർ കൊടുക്കുന്ന സ്റ്റാഫിന് കൊടുക്കണം. ടൈം നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഇമ്മ്യൂണൈസേഷൻസ് കൊടുക്കേണ്ടി വന്നാൽ അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് നോക്കിയിട്ട് അത് ആപ്ലിക്കബിൾ ആണെങ്കിൽ നമ്മൾ ചെയ്യണം. നമ്മുടെ ഹോസ്പിറ്റലിൽ അതിനകത്ത് അമാന്തം വിചാരിക്കാൻ പാടില്ല. നമ്മുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ ഇമ്മ്യൂണൈസ്ഡ് ആയിരിക്കണം. അതിന് കൃത്യമായ ഒരു പോളിസി നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. സോ വളരെ സിമ്പിളാണ് ഈ കമ്മിറ്റ്മെന്റ് ഒബ്ജക്റ്റീവ് എലമെന്റ് 8B. IPC 8B ഇത് ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ്സ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ പോളിസി ഫോർ ഇറ്റ്സ് സ്റ്റാഫ്. ഇരിക്കുന്ന മരം മുറിക്കാതിരിക്കാം.